ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഈ സന്ദേശം അയച്ച വിഷയത്തിൽ. താങ്കൾ എങ്ങനെയാണ് കോടതി ഇടപെടലിനെ കാണുന്നത് ശ്രീ ജോസഫ് സി മാത്യു? അല്ല, ഇത് തീർച്ചയായിട്ടും സ്വകാര്യത എന്നുള്ള ജനങ്ങളുടെ മൗലിക അവകാശത്തിന്റെ ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളെങ്കിൽ പോലും ഈ വിവരങ്ങൾ അവര് സർക്കാരിന് നൽകുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്ത് മറ്റൊരാവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് സ്വകാര്യതയുടെ ലംഘനമാണ്, അത് ദുരുപയോഗമാണ്. ഇത് നമ്മൾ ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ ബില്ലിനോടൊപ്പം നമ്മുടെ ഫോൺ നമ്പർ വാങ്ങുന്നു. പിന്നീട് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കോളുകൾ വരുന്നു. ഇതുപോലെ സ്വകാര്യ കച്ചവട താല്പര്യത്തിന് വേണ്ടി നമ്മുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത് തടയാനായിട്ട് നടപടി എടുക്കേണ്ടത് നമ്മുടെ കളക്റ്റീവ് എന്നുള്ള രീതിയിൽ നമ്മുടെ സർക്കാരാണ്. പക്ഷെ അത് ചെയ്യേണ്ട സർക്കാർ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ ചെയ്താൽ എന്താ എന്ന് വിചാരിച്ച് അതേ കച്ചവട താല്പര്യം ഇങ്ങോട്ടേക്കും കൂടെ കൊണ്ടുവരികയാണ്. ഇത് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് സ്പ്രിംഗ്ലറിന്റെ വിഷയത്തിൽ ഇത് തന്നെയാണ് ശ്രമിച്ചത്. മറ്റൊരു കാര്യമില്ല. കാരണം ഈ ഒരു ലോകത്തൊരിടത്തും കോവിഡിനെ തടയാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. നമ്മളോട് WHO എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ട് ഇത് കൊണ്ടുവന്നത്, അവർക്ക് ചിലപ്പോൾ കമ്പനിക്ക് വേറെ ഉദ്ദേശങ്ങൾ കാണും. പക്ഷെ സർക്കാരിന്റെ അന്ന് ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ പ്രചരണവും ക്യാമ്പയിനും മാത്രമായിരുന്നു. അന്നും നമ്മളോട് ചോദിച്ചത് അല്ലെങ്കിൽ തന്നെ സ്വകാര്യത എവിടെ, എല്ലാം നഷ്ടപ്പെട്ടില്ലേ, പിന്നെ ഞങ്ങളും കൂടെ ഒന്ന് എടുത്താൽ എന്താണ് എന്ന്. ഇപ്പോഴും അത് തന്നെയാണ് ചോദിക്കുന്നത്, കേന്ദ്രം എടുക്കുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ മറവില് ഇതെടുക്കുകയാണ്. ഇത് പക്ഷെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ. ഇത് നമ്മൾ വേറൊരു അധികാര ദുർവിനിയോഗത്തിന്റെ വലിയൊരു ചിത്രവും കൂടി ഇവിടെ ഉണ്ട്. അതാണ് ഇലക്ഷനെ സംബന്ധിച്ച് കൂടുതൽ ഗൗരവതരമായ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വകാര്യത ലംഘനവും ഉണ്ടാകുന്നത്. ഒരു എക്സിക്യൂട്ടീവിന്റെ തലവൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ആക്സസ് കിട്ടുന്ന വിവരങ്ങൾ, അല്ലെ അദ്ദേഹത്തിന്റെ ഓഫീസിന് കിട്ടുന്ന വിവരങ്ങൾ അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത് അധികാര ദുർവിനിയോഗമാണ്, അഴിമതിയാണ്. ഇത് ഡിജിറ്റൽ മേഖലയിൽ SMS-ലും വാട്സപ്പിലും കൂടെ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോടതിയുടെ പുറകിൽ വന്ന അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ പ്രിന്റ് മീഡിയയിലെ നമ്മുടെ ബസ്സിലെല്ലാം ഇട്ടിരിക്കുന്ന പരസ്യങ്ങളിലെ എല്ലാം ഇത് തന്നെയാണ്. ഇപ്പൊ ബ്യൂറോക്രസിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് അദ്ദേഹം തുടർഭരണത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തുടർഭരണം ഇല്ലാത്തത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർച്ചയാണ് പിണറായി സർക്കാർ എന്നല്ലേ ബ്യൂറോക്രാറ്റ്സ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലേ വിഴിഞ്ഞം പദ്ധതിയിലെ അഴിമതി ഉണ്ടെങ്കിലും ഞങ്ങൾ നടപ്പിലാക്കുന്നത് സർക്കാർ തുടർച്ചയായതുകൊണ്ടാണെന്നല്ലേ ഇവർ പറഞ്ഞത്? പിന്നെ തുടർഭരണത്തിന് വേണ്ടി നിങ്ങൾ പ്രചരണം നടത്തണമെന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി പ്രചരണം നടത്തണമെന്ന് പറയുന്നത്? ഞാൻ തുടരാൻ വേണ്ടി പ്രചരണം നടത്തണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ കക്ഷി തുടരാൻ വേണ്ടി. അപ്പൊ ഇവിടുത്തെ ഒഫീഷ്യൽ മെഷീനറിയെ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നഗ്നമായി ദുരുപയോഗം ചെയ്യുകയാണ്. ഇത് അതിലൊരു തെറ്റുമില്ല എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ബസ്സിലുള്ള പരസ്യത്തിലെല്ലാം 10 വർഷത്തെ കുറിച്ചുള്ള പരസ്യം നിങ്ങൾക്ക് കാണാം. എന്താണ് ഈ 10 വർഷം? അദ്ദേഹം ബ്യൂറോക്രാറ്റ്സിനോട് പ്രസംഗിക്കുമ്പോഴും പറയുന്നു 2031 കേരളം ഒരു പ്രത്യേക നിലയിൽ എത്തുകയാണല്ലോ. എന്താണ് ഈ പ്രത്യേക നില? അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഏജ് ആണെന്നുള്ളതാണോ? അദ്ദേഹം തന്നെ കാണുന്ന റിട്ടയർമെന്റ് ഏജ് എന്നാണോ? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി പെയ്ഡ് ന്യൂസിന് വേണ്ടി അഡ്വർടൈസ്മെന്റിന്റെ പണം ദുരുപയോഗം ചെയ്യുകയാണ്. ഇവിടുത്തെ ചാനലുകളെല്ലാം പരിശോധിക്കേണ്ട കാര്യം, പ്രിന്റും പരിശോധിക്കേണ്ട കാര്യം, കണ്ടന്റ് ഇല്ലാതെ, അതായത് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടന്റ് തരാതെ അഡ്വർടൈസ്മെന്റിന്റെ പണം കിഫ്ബി മുടക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പൊ വാർത്തക്കിടയിൽ അവർക്ക് സ്പേസ് കൊടുക്കുന്നതിന് ആനുപാതികമായി പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പെയ്ഡ് ന്യൂസ് ആണെന്നാണ്. ഇത് എത്രയോ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നോ അതിന്റെ തലേദിവസമാണോ ചെയ്തതെന്നുള്ള സാങ്കേതികത്വം ഇലക്ഷൻ കമ്മീഷൻ ലെറ്ററിൽ അങ്ങനെ പാലിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇൻ സ്പിരിറ്റ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്നറിഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ടു മുമ്പിലത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ ഞാൻ ഈ സർക്കാർ മാത്രമല്ല മുൻ സർക്കാരുകൾ പോലും ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന ഇത് മുഴുവൻ ജനാധിപത്യത്തെ അട്ടിമറിക്കൽ പ്രോസസ്സാണ്. ഒരു പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 5 വർഷം ഭരിച്ച് ചെയ്യാതിരുന്നിട്ട് 5ാമത്തെ വർഷം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ തൊട്ട് തലേ ക്യാബിനറ്റിൽ ആ തീരുമാനം എടുത്തു പോവുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തെ നോക്കി കോഞ്ഞനം കുത്തി കാണിക്കുകയാണ്. ശരി.
നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരണം അറിയിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.